ഹലോ ഹായ്. ഇന്ന് ഞാൻ പിള്ളേർക്ക് സ്കൂൾ വിട്ട് വരുമ്പോഴേക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കാമല്ലേ. എന്തെങ്കിലുമൊക്കെ ഞാനിങ്ങനെ ഉണ്ടാക്കി കൊടുക്കും പേരക്കുട്ടികൾക്ക്. അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ ഈ വീഡിയോ അത് കാണിച്ചു തരാൻ വിട്ടുപോയതാണ് കേട്ടോ. ഇതിനകത്ത് ഞാൻ ഒരു 50 ഗ്രാം ബട്ടറും 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അത് നല്ലപോലെ വെട്ടി തിളക്കട്ടെ. ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളം തിളക്കുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് മൈദ ഇട്ട് കൊടുക്കാം. മൈദ ഇട്ടിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കട്ടെ കേട്ടോ. ഇതിപ്പോൾ ഞാൻ 1 കപ്പ് പൊടി ഇട്ടിട്ട് ഇതിങ്ങനെ നമ്മൾ അരിപ്പത്തിരിക്കൊക്കെ പൊടി ഉണ്ടെന്ന പോലെ ആക്കിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറട്ടെ. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറട്ടെ കേട്ടോ. ഇതിപ്പോൾ നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ല സോഫ്റ്റാണ് ഈ പൊടി കേട്ടോ. കണ്ടോ. എന്നിട്ട് ഇതിനകത്തേക്ക് ഞങ്ങൾക്ക് ഒരു മുട്ട ഉണ്ട്. ഒരു മുട്ട ഇപ്പം ഞാൻ ഇതിനകത്തേക്ക് എടുത്തത്, ഇതിനകത്ത് 2 കപ്പ് വെള്ളവും 50 ഗ്രാം ബട്ടറും 1 കപ്പ് മൈദയാണ് കേട്ടോ. അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് വെച്ചിട്ട് ഇതിനെ നല്ലപോലെ മിക്സ് ചെയ്ത് കുഴച്ചെടുക്കണം. കുഴച്ചെടുക്കാൻ ഇത്തിരി പാടുണ്ട്, എന്നാലും കുഴച്ചെടുക്കട്ടെ. ഇപ്പോൾ കണ്ട ഞാൻ മുട്ടയൊക്കെ കൂട്ടി കുഴച്ച് ഇങ്ങനെ നല്ല സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു പൈപ്പിംഗ് ബാഗും ഒരു നോബും വേണം. ഈ നോബ് ഈ പൈപ്പിംഗ് ബാഗിൻ്റെ ഉള്ളിലേക്ക് ഇത് ഇറക്കി വിടാം. കണ്ട പടി വന്നിടക്കും. ഞാനിതിലേക്ക് എടുത്തിടട്ടെ കേട്ടോ. അപ്പോൾ ഇത് ഞാനത് കവറിലാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇത് ഞാനത് കവറിലിങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിങ്ങനെ എണ്ണയിലേക്ക് ഇങ്ങനെ, ഞാനിപ്പോൾ ഇത് കാണിക്കാൻ വേണ്ടി ഒരു കൈ വെച്ച് ഇങ്ങനെ ചെയ്യാൻ ഭയങ്കര പാടാണ്. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഞാൻ ഇത്തിരി പീച്ച് ഇങ്ങനെ വെച്ചിട്ടാണ് കാണിക്കണത്. അതായത് ഞാനിവിടെ ഒരു നൂല് കെട്ടിയിട്ടുണ്ട്. അത് ഒറ്റയ്ക്ക് ചെയ്യുന്നതുകൊണ്ടിട്ട് ഒരു നൂലിൻ്റെ സഹായം ആവശ്യമാണ്. അപ്പോൾ 2 അറ്റവും ഇങ്ങനെ കെട്ടി വെച്ചിട്ട് എണ്ണ ചൂടായി വരുമ്പോൾ ഇങ്ങനെ മുറിച്ചിടാം. എന്നിട്ട് ഇത് ചെറിയ തീയിലിട്ട് നമുക്കെല്ലാം അങ്ങനെ ചെയ്തിട്ട് ഞാൻ കാണിച്ചു. ഒറ്റ കൈ കൊണ്ട് ഇതിങ്ങനെ ചെയ്യാൻ പറ്റണില്ല. ഞാൻ ഇതിലേക്ക് ഇട്ടിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇത് ഒറ്റ കൈ വെച്ച് എനിക്ക് ആ കവറ് ഇതിൽ കാണിക്കാൻ പറ്റണില്ല. അപ്പോൾ ഞാനിത് ഇത്രയും പൊരിച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഞാൻ സ്റ്റിക്കിൽ ആക്കിയതാണ്. സ്റ്റിക്കിലൊക്കെ ആക്കണത് ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ സ്റ്റിക്കിലൊക്കെ ആക്കണത് കാണിച്ചു തരാം. സ്റ്റിക്കിലാക്കാൻ വലിയ പാടില്ല. ഇത് വേണ്ട, ഇതുപോലെ ഇങ്ങനെ ഒരു സ്റ്റിക്ക് എടുക്കുക, ഒരു ഉരുള പൊടിയെടുക്കുക, അതിൽ വെച്ചാൽ മതി കേട്ടോ. ഒരാൾ വേണം അത് കാണിക്കണമെങ്കിൽ ഇതുപോലെ ഇങ്ങനെ പിടിച്ചിട്ട് ആ സ്റ്റിക്കിൻ്റെ ഉള്ളിൽ വെച്ചാൽ മതി. പിന്നെ ഇതിൽ കൂട്ടി കഴിക്കാനായിട്ട് ഞാനൊരു ചോക്ലേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്, മെൽറ്റാക്കിയിട്ട്. ഇത് ഡോണറ്റിന് ഞാൻ ഉണ്ടാക്കിയ ചോക്ലേറ്റാണ്. ആ ബാക്കിയുള്ളത് കൊണ്ടിട്ടാണ് ഞാനിപ്പോൾ ചെയ്യണത്. അടുത്ത ചോക്ലേറ്റൊക്കെ മെൽറ്റ് ചെയ്യണത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ചോക്ലേറ്റൊക്കെ ഞാൻ ഉണ്ടായത് ഞാൻ മെൽറ്റ് ചെയ്യണം. എനിക്കത് പിള്ളേർ വന്നിട്ടുണ്ട്. പറഞ്ഞേ ചെയ്യാം. ഹലോ എന്ന് പറഞ്ഞേ. ബായ്. ഒരു പ്ലെയിൻ കിസ് കൊടുത്ത് എല്ലാവർക്കും. അത് ഞാൻ പൊരിച്ച് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. പുറം നല്ല മുരിഞ്ഞിരിക്കണേണ്. 2 സ്റ്റിക്കിലും ഉണ്ടാക്കിയിട്ടുണ്ട്. ഉള്ളു ഭയങ്കര സോഫ്റ്റ് ആയിരിക്കുള്ളൂ. ഇനി ഇതെങ്ങനെയാണ് കഴിക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഞാനത് പൊരിച്ച് എൻ്റെ 2 പേരക്കുട്ടികളും ഇരുന്ന് കഴിക്കണേണ്. ചോക്ലേറ്റിൽ മുക്കി കഴിക്കണേണ്. ചോക്ലേറ്റ് ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞിക്ക്. ഇനി ചോക്ലേറ്റ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചോക്ലേറ്റിൻ്റെ എന്ത് ഇതാണെങ്കിലും മുക്കി തിന്നാൻ ടേസ്റ്റാണെങ്കിൽ. ജയ എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉണ്ടോ? എല്ലാവരോടും ഇത് ഉണ്ടാക്കി തിന്നണമെന്ന് പറഞ്ഞേ. ആ നല്ല ടേസ്റ്റാണെന്ന് പറഞ്ഞേ. ഹലോ ഗായ്സ്, ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇത് എല്ലാവരും ഉണ്ടാക്കി കഴിക്കണം. എല്ലാവരും ഉണ്ടാക്കി കഴിക്കണം. നല്ല ടേസ്റ്റ് ഉണ്ടാവും.